വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും മദ്യശാലകൾക്കുമെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകണമെന്ന് ബിഷപ്പ് മാർ ജോഷ്യ ഇഗ്നാത്തിയോസ് ആവശ്യപ്പെട്ടു. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് തകർന്നടിയുന്ന കേരളത്തിൽ സർക്കാർ ഒരു ബ്രൂവറി കൂടി ആരംഭിക്കാൻ പോകുന്നത് ആശങ്കാജനകമാണെന്നും സമൂഹ മനസ്സാക്ഷിയെ ഉണർത്തുന്ന ജനപ്രതികരണം വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളയംകുളത്ത് നടന്ന ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ ഏകദിന ഉപവാസ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യാഗ്രഹത്തിന് പി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി, ഇയഞ്ചേരി കുഞ്ഞികൃഷ്ണൻ, ജോസഫ് എം പുതുശ്ശേരി, അഡ്വക്കേറ്റ് സുജാത വർമ്മ, കെ നൌഷാദ് അലി, കുഞ്ഞിക്കോമു മാസ്റ്റർ, കെ സുഗതൻ, ക്യാപ്റ്റൻ അഹമ്മദ് കോയ, സിദ്ദിഖ് മൗലവി ഐലക്കാട്, ഡോക്ടർ ജോൺ ജോസഫ്, അഷ്റഫ് കോക്കൂർ, അഡ്വക്കേറ്റ് കെ മുഹമ്മദ്, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, വാസു അടാട്ട് തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖരും പങ്കെടുത്തു സംസാരിച്ചു. നമ്മുടെ കലാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഏകദിന ഉപവാസ സമരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാർട്ടിസിപ്പേഷൻ, അവർക്ക് സ്കൂളിൽ പരീക്ഷ നടക്കുകയാണ്, എന്നാലും വലിയൊരു പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടേക്ക് അറിയിച്ചത്. അതിന് അവരെ ഇവിടേക്ക് വിട്ട സ്കൂൾ അധികൃതരെയും ഇവരുടെ മാതാപിതാക്കളെയും പ്രത്യേകിച്ച് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചു കൊള്ളട്ടെ. എലപ്പുള്ളിയിൽ തുടങ്ങാൻ പോകുന്ന ബ്രൂവറിയിൽ നിന്ന് സർക്കാർ പിന്മാറുക, പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധനാധികാരം പുനഃസ്ഥാപിക്കുക, മയക്കുമരുന്നിനെതിരെ നിയമം കർശനമാക്കുക എന്നീ ആവശ്യങ്ങൾ സത്യാഗ്രഹികൾ ആവശ്യപ്പെട്ടു. തുടർന്ന് സത്യാഗ്രഹത്തിലെ അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും പാവിട്ടപ്പുറം അസബ അറബിക് കോളേജിലെ വിദ്യാർത്ഥികളും പന്താവൂർ ഇർഷാദ് സ്കൂൾ വിദ്യാർത്ഥികളും മദ്യവിരുദ്ധ സത്യപ്രതിജ്ഞ ചെയ്തു. CNTV ചങ്ങരംകുളം.